ഗൈസ്, നമ്മുടെ കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിലെ ഈ ഗുണ കേവ് ഈ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയന് എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് അറിയാണ്ട് ഒരു ആകാംക്ഷ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എന്നെയും പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ അവനും കൂടി പോയി, പിന്നെ അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാളും കൂടി പോയി. എൻട്രി ഫീ വന്നിട്ട് 80 റുപ്പീസ് ആയിരുന്നു കേട്ടോ. എന്തോ വലിയ സംഭവം വെച്ചിട്ട് കയറിയതാണ് ഗൈസ്, ചമ്മിപ്പോയി. ഇതുണ്ട് ഇവിടെ എന്താ പറയുക, മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ കയറിയിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ഗുഹാന്ന് എഴുതിയിട്ട് ഒരു പുത്തോളം ചേച്ചേക്ക് അതാണെങ്കിൽ ചെറുതായിട്ട് എന്തോ കവർ ചെയ്തിട്ടുണ്ട്. അയ്യോ, വൻ ശോകം. അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ എന്തൊക്കെയൊക്കെയോ കണ്ട്. പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു സാധാ എക്സിബിഷനിലുള്ള പോലെയൊക്കെ തന്നെ കുറച്ച് സാധനങ്ങളും കുറേ സാധനങ്ങളൊന്നും വന്നിട്ട് കുറേ കടകൾ, കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടാവില്ലേ എക്സിബിഷനൊക്കെ പോകുമ്പോൾ. അങ്ങനെ ചില കടകളിലൊന്നും ഒന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ എന്തുണ്ടായിരുന്നു, അങ്ങനെ കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. ഒരു പാമ്പുണ്ടായിരുന്നു, ദേ ആ ചേട്ടൻ്റെ പാമ്പ് കണ്ടോ, പാമ്പുണ്ടായിരുന്നു. പിന്നെ എന്തുണ്ടായിരുന്നു, പിന്നെ കോഴി, അത് വെച്ചിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു അക്വേറിയംസ് പോലത്തെ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് എന്തായാലും പോയതാണല്ലോ, അപ്പോൾ അത് മുതലാക്കണമല്ലോ എന്ന് ഓർത്ത് അവിടെ നിന്ന് ഞങ്ങൾ കഴിക്കാനും കുടിക്കാനും അതും ഇതൊക്കെ മേടിച്ച് കഴിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് പിന്നെ അവന് എന്തും മറ്റിങ്ങനെ നിരങ്ങി പോണ സംഭവമില്ലേ, ആ സാധനത്തിലൊക്കെ കയറ്റി വിട്ട് അവിടെ കുറേ നേരം അവൻ അവിടെ നിന്ന് കളിച്ച് ഞങ്ങളത് നാട്ടിൽ നോക്കിയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ എന്തിലൊക്കെയൊക്കെ അവൻ കയറി, എന്തൊക്കെയൊക്കെയോ കഴിച്ച് എന്തൊക്കെയൊക്കെയോ കുടിച്ച് അങ്ങനെ അവിടുന്ന് ഇറങ്ങിപ്പോയി. അയ്യോ, എന്ത് ശോകമായിരുന്നു, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവിടെ. സാധാ പോലെ തന്നെ, പക്ഷെ എന്നാലും എന്തോ ഒരു രസമില്ല. പിന്നെ അവിടെ മറ്റേ മരണക്കിണറൊക്കെ ഉണ്ട് കേട്ടോ, ആ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ പോയത് എപ്പോഴാണ്, 4 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങൾ ഏതാണ്ട് ആ സമയത്തേക്ക് തന്നെ പോയതും. അപ്പോൾ ജസ്റ്റ് തുടങ്ങണേ ഉണ്ടായിരുന്നു.